കൊച്ചിയിലെ പോലെ തന്നെ തൊടുപുഴയിലും നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി അല്ലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അവിടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ലിറ്റി ജോസഫിനെ നഗരസഭാ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ ഇപ്പോൾ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ട എന്നാണ് പോസ്റ്ററിലുള്ളത്. തീരുമാനത്തിന് പിന്നിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആണെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എന്താണ് ഇങ്ങനൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടാൻ കാരണമായത്? എന്താണ് പോസ്റ്ററിലൂടെ അവർ ഉന്നയിക്കുന്നത്? ദിവ്യ സൈഫുദ്ദീൻ, തൊടുപുഴ നഗരത്തിൽ വലിയ ഭൂരിപക്ഷം UDF നേടാനായിട്ടുണ്ടെങ്കിലും ഈ അവസാന ഘട്ടത്തിലും ആരെ ചെയർപേഴ്സൺ ആക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വനിതാ സംഘമാണ് നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനം ഇത്തവണയുള്ളത്. പ്രധാനമായും പരിഗണനയിലുള്ള ആദ്യ ടൈമിൽ കോൺഗ്രസ് തന്നെയായിരിക്കും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തുക എന്ന് തീരുമാനിച്ചിരുന്നു. മറ്റ് രണ്ട് ലീഗിനും കേരള കോൺഗ്രസിനും അവകാശവാദങ്ങൾ ഉള്ളതാണ്. പക്ഷെ അവർ അവസാന രണ്ട് ഘട്ടത്തിലേക്ക് മാറാൻ തയ്യാറായതുമാണ്. പക്ഷെ കോൺഗ്രസിനുള്ളിൽ ആര് ചെയർപേഴ്സൺ ആകും എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും പരിഗണനയിലുള്ളത് ലിറ്റി ജോസഫ് എന്ന കൗൺസിലറാണ്. കൂടാതെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള നിഷ സോമന്റെ പേരും പരിഗണനയിലുണ്ട്. ഇരുവരും തമ്മിലുള്ള വടംവലിയാണ് ഈ പോസ്റ്ററായി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നിഷ സോമന് DCC പ്രസിഡന്റ് പിന്തുണയാണെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റിന്റെ പിന്തുണയാണ് ലിറ്റി ജോസഫിനുള്ളത്. ലിറ്റി ജോസഫിനെ നഗരസഭാ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഈ വടംവലി തുടരും. സാധാരണ കോൺഗ്രസിൽ ഉള്ളതാണ് ഇത്തരം വടംവലികളൊക്കെ. ഏറ്റവും ഒടുവിൽ അവസാന നിമിഷത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഏതായാലും വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഇത്തരം തർക്കങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളത് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ്. അതാണ് അല്ലെ, വലിയ ഭൂരിപക്ഷം നേടി, വിജയമൊക്കെ നേടി, പക്ഷേ ഇതുപോലെയുള്ള അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയൊക്കെയുള്ള തർക്കമുണ്ടാകും. ഇത് എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും UDF ഘടകകക്ഷികളുടെയും ഒക്കെ ഒരു ദൗർബല്യമാണ്.